ഗൈസ് ഞങ്ങളിന്ന് കൊടകര ഷഷ്ടിക്ക് പോവാൻ പോവാണ്. ആരൊക്കെയുണ്ട്? ഞാനുണ്ട്. ബാക്കിൽ കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഇരുട്ടായോണ്ട് കാണുന്നില്ല. അപ്പൊ ഞങ്ങൾ അവിടേക്ക് പോവാണ്. ഇപ്പം പമ്പിൽ നിർത്തിയതാ ജസ്റ്റ് ഒന്ന്. അപ്പൊ ഞങ്ങൾ അവിടേക്ക് പോയിട്ട് കാണിച്ചു തരാം. ബൈ ഗൈസ്. ഗൈസ് ഇപ്പൊ തന്നെ കൊണ്ട് വണ്ടി കളിക്കാണ്. അലക്കിയാനല്ലേ? ഞങ്ങള് പോവാണ് ഗൈസ്. നമ്മളവിടെ എത്തി. ചാലക്കുടി റൂട്ടല്ലേ ഗൈസ്? നമ്മളെത്തി ഗൈസ്. അമ്പലത്തിൽ വലിയ കയറണം. ഞങ്ങള് കയറാൻ പോണ്. നാല് പേര് ബോളിവുഡ് ഗുഡ് ഗുഡ് എന്റെ മോനെ എനിക്ക് ഫോബിയുള്ളതാ പറയണേ. വേണ്ട ഇപ്പൊ തന്നെ വീണാണ്. വലിയ കുഴപ്പമില്ലോ. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല കഴിച്ചു. ആ ഇല്ല അങ്ങനെ ഞങ്ങൾ JNTVയിലേക്ക് കയറി കഴിഞ്ഞു. പിന്നെ DJ അങ്ങോട്ട് വന്നിട്ടോ. പിന്നെ ഫുൾ അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടോ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു വണ്ടി കിടപ്പുണ്ടായി. അപ്പം ഞങ്ങളെല്ലാവരും അങ്ങോട്ട് നടന്നു പോയപ്പോഴും അവിടെ ഇതുപോലെ തന്നെ നല്ല ക്രൗഡും കാര്യങ്ങളും ഒരുപാട് പേര് ഡാൻസും കാര്യങ്ങളും കളിക്കുന്നുണ്ടായിട്ട് പിന്നെ കുറച്ച് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു. വയ്യാണ്ടായി ഗൈസ്. ക്ഷീണിച്ച് ഗൈസ്, ക്ഷീണിച്ച്. ലുക്ക് അറ്റ് മീ. ഭയങ്കരമായിട്ട് ക്ഷീണിച്ച്. നമ്മളെ അമ്പലത്തിൻ്റെ അടുത്തേക്കാണ്. അവിടെ കാവടിയായിട്ടുണ്ട്. നമ്മള് പങ്കട പോണേ.
ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മൂനെ പോലത്തെ ഒരു സെയിം കുട്ടീനെ കണ്ടത്. പിന്നെ അതേപോലെ അവളെ കളിയാക്കി നടക്കുമായിരുന്നു. നമ്മള് വെള്ളം ബോട്ടിൽ വാങ്ങി നമ്മള് ഭയങ്കര ദാഹമല്ലേ, ഭയങ്കര ദാഹം കഴിച്ച് ഡാൻസ് ചെയ്തിട്ട്. സോ 2 ബോട്ടിൽ തണുത്ത വെള്ളം വാങ്ങി ഞങ്ങൾ ദാഹം അടക്കി. ഇപ്പം അമ്പലത്തിൻ്റെ ഇടയ്ക്ക് നടക്കുവാണ്. എനിക്കറിയില്ല എന്തോരം നടക്കാണ്ടെന്ന് അറിയില്ല, നോ ഐഡിയ. അമ്പലത്തിലേക്ക് പോകാൻ 2 വഴിയുണ്ട്. നമ്മളതിൽ ചെറിയ വഴി ചൂസ് ചെയ്തു, ബിക്കോസ് പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞു. വയ്യാണ്ടായി, നടക്കാൻ വയ്യ ഗൈസ്. ഹായ്, കുറേ ലൈറ്റുകൾ. എടാ കൂറുണ്ടാ, കൂരിച്ചക്കന് സാധനങ്ങളൊക്കെ വേണമെന്ന് തലയിൽ വെച്ചടക്കാം. അപ്പോൾ ഗൈസ് ഇതാട്ടോ കൊടകര അമ്പലത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇവിടെയാണ് ചെണ്ടകൊട്ടും ബാൻഡ് എല്ലാം വന്ന് അവസാനിക്കുന്നത്. ഒരു പ്രത്യേക വൈബാണ് ഇവിടെ നിൽക്കാനായിട്ട്. ഞങ്ങൾ പോവാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നടക്കും കേട്ടോ. ഓ ഹീറ്റായിട്ട് നോക്കിയേ. പാവം കിച്ചന് വിശന്നിട്ടാന്ന് തോന്നുന്നുണ്ടോ. പോപ്കോണിൻ്റെ അടുത്തൊക്കെ പോയി നോക്കി നിൽക്കുമായിരുന്നു. ഇതെങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്, ഇത് എന്ത് വീഴുന്നതെന്നൊക്കെ പറഞ്ഞ് നോക്കി നിൽക്കുക അവിടെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇറങ്ങി കേട്ടോ. അവിടെ കുറേ കാഴ്ചകളും കണ്ട്, കുറേ കൊട്ടും കണ്ട്, പിന്നെ ഞങ്ങൾ അവിടെ നടന്നു തിരിച്ചു. കുറേ ടീമുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് 1 by 1 ആയിട്ട് അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് ലാസ്റ്റ് അവിടെ കൊട്ടി തീർക്കും. അതാണ് എൻ്റെ ഒരു നിഗമനം. ഓ തിരക്കാണ്, കുറേ ചവിട്ടി കിട്ടി, കാലിൻ്റെ നഖം പോയി.
അങ്ങനെ പിന്നെ അവിടെ നിന്ന് നടന്ന് നീങ്ങിട്ടോ. അതേ അപ്പോൾ ജോയിൽ വിളിച്ചായിരുന്നു. ജോയിൽ അവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവനെ മീറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ശിവ സൗണ്ട് ആ വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് കാണാൻ പിന്നെ ധൃതിയിൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം നീങ്ങി നടന്നു. ഹിപ്പി സ്പോട്ടഡ്. ഒരു 10 കാവടി ചുറ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളാണെങ്കിൽ വിശന്ന് നടന്ന് തെണ്ടി അവൻ അവിടെ നിന്ന് നൈസായിട്ട് ഇരുന്ന് തിന്നിട്ട് പോയി. വേണ്ടട്ടാ വെറുതെ അവർ എനിക്ക് അറിയേക്കുവേ. പിന്നെ അവിടെ ഇരുന്ന് തിന്നുന്നു ഗൈസ്. അപ്പോൾ എനിക്കാണെങ്കിൽ നടക്കാൻ വയ്യ. ഇവൻ അടി വാങ്ങും. മുളക് വാങ്ങിച്ചില്ല എന്തായാലും. നടന്ന് വയ്യാണ്ടായ പിന്നെ അതിന് മോനും അവിടെ കുറച്ചിട്ട് ഇരിപ്പായിട്ടോ. പിന്നെ ഞാൻ അവിടെ എടുത്താണ്ട് പിന്നെ എനിപ്പിച്ച് പിന്നെ നടത്തി. ഞങ്ങൾ പക്ഷെ ജോയൽ പീജനെയും കൂടി കണ്ടിട്ട് പോവാന്നാണ് വിചാരിക്കുന്നത്. സോ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാണ്. വരുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല. അറിയോ ജോയൽ പീജെ? ജോയൽ പീജി വ്ളോഗ് കാണാണെങ്കിൽ കമന്റ് ബിലോ. വന്ന് ഗൈസ് വന്ന്. ഇതെന്റെ അനിയന്മാരാ. ഇതറിയോ? ഇതെന്റെ അനിയൻ. ഇതെന്റെ അനിയൻ. ഇതെന്റെ കണ്ണൻ അറിയില്ലേ? കേട്ടിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്, നേരിട്ടിട്ടില്ല. ഈ സാധനം വാങ്ങിച്ചിടാൻ കൊണ്ട് കടയിൽ കയറിയിട്ട് അവര് കാണാതെ ഇതിരുന്ന് തിന്നണ ഗൈസ്. ഏത് മുറുക്കാം? എന്തിതാ? അത് വാങ്ങിച്ചോട്ടാ. എൻ്റെ പൈസ അത് വാങ്ങിച്ചില്ലേ? അത് അവിടെയുള്ള സാധനങ്ങളെല്ലാം തിന്നിട്ട് അവസാനം ഇത് വാങ്ങിച്ചേക്കാണ് ഗൈസ്. കഴിച്ചോ? It is so nice, guys. Tasty. ഫൈനലി നമ്മളങ്ങനെ ശിവ സൗണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടാവും.
ഞങ്ങൾ തിക്കിനും തിരക്കിൻ്റെ ഇടയിൽ നടന്ന് ശിവ സൗണ്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. അപ്പോഴേക്കും അവർ സൗണ്ടൊക്കെ ഓഫ് ചെയ്തു. വേറെ ഏതൊരു സെറ്റ് വരുന്നുണ്ട് പറഞ്ഞാൽ അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓണാക്കും എന്നാണ് പറഞ്ഞത് അവർ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സെറ്റ്. ഈ സെറ്റ് വന്നപ്പോഴേക്കും നമ്മുടെ കുഞ്ഞനാകെ വയ്യാണ്ടായിട്ട് അവൻ നിന്നുറങ്ങണ ഒരു ഇത് കാണിച്ചിട്ടാ ഞാൻ. ഒട്ടും വയ്യ, നടന്ന് വയ്യാണ്ടായി അവൻ നിന്നുറങ്ങുമായിരുന്നു ഇത്ര നേരം. ലാസ്റ്റ് ഓരോരുത്തരായിട്ട് പതുക്കെ അവിടെ ഇരുന്ന് തുടങ്ങി. അത്രയ്ക്ക് തിരക്കും പിന്നെ വണ്ടികൾ പോവാത്തതിൻ്റെയും എല്ലാമായിട്ട്. ഈ സെറ്റ് വണ്ടിയിൽ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു കേട്ടോ, മുടിയൻ ടീച്ച്. അവനെ അങ്ങനെ ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റി. കറക്റ്റ് ടൈമിൽ അവനും അവൻ്റെ സെറ്റുള്ള വണ്ടിയായിട്ട് അവൻ വന്നായിരുന്നു കേട്ടോ. നമ്മുടെ ഈ വണ്ടി വന്നപ്പോഴേക്കും ശിവാസോണ്ട് അവിടെ നിന്ന് പോയിട്ടോ. ഷഷ്ടി പൂർത്തിയായി. ഷഷ്ടി കഴിഞ്ഞു. അപ്പൊ ഷഷ്ടി കഴിഞ്ഞില്ല, ഇവരെല്ലാരും പിരിയണം അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സൈനിങ് ഓഫ്. നമ്മള് ഷഷ്ടി കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും എന്തൊക്കെ സെറ്റുകള്. അതെ, ഞങ്ങളുടെ ഷഷ്ടി കഴിഞ്ഞു. കാരണം ഞങ്ങക്ക് നടക്കാൻ പറ്റാണ്ടായി. ഇനി റെഡി കാല് മുന്നോട്ടും പിന്നോട്ടും വെക്കാൻ വയ്യ. എന്തിന് വേണ്ട, അത് മുല്ലപ്പൂവല്ല, അത് എൻ്റെ വീട്ടിലുള്ള പുഴുതു നിന്നാ ചെടി. ഓക്കെ, എനിവേസ് നമ്മള് തിരിച്ചു പോവാണ്. സോ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ആരും പോയ പോലെ അല്ലാതെ തിരിച്ചു പോകുന്നത്. എല്ലാവരുടെയും കോലം കണ്ടില്ലേ, വയ്യാണ്ടായി. പിന്നെ സോ ഞങ്ങള് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അടുത്ത വ്ളോഗിൽ കാണും വരെ ബൈ ബൈ.